അത് മത്സ്യത്തൊഴിലാളികളെ വെല്ലുവിളിക്കുകയും ഈ മത്സ്യത്തൊഴിലാളികളെ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടുവാനുമുള്ള ഒരു അജണ്ടയായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഇവിടെ ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത് 72ഓളം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു. ഇവിടെ ഇത്രയും വള്ളങ്ങൾ പണിക്ക് പോകാൻ പറ്റാതെ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ്. ഇതൊന്നും ഒരു വിഷയമല്ല. നിസ്സാരമായ ഒരു ഗ്ലാസ് ഒരു സമരമുഖത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ടാവും, അനിഷ്ട സംഭവങ്ങൾ. ഞങ്ങളതിനെ ന്യായീകരിക്കുന്നില്ല. ഒരു ഗ്ലാസ് പൊട്ടി എന്നതിൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്നലെ എഴുതി തന്ന്, രേഖാമൂലം എഴുതി തന്ന്, ഇന്ന് കാലത്ത് മുതൽ 10 മണിക്കൂർ ഡ്രഡ്ജിങ് ഇന്ന് തുടങ്ങുമെന്നും നാളെ മുതൽ 20 മണിക്കൂർ ഡ്രഡ്ജിങ് തുടങ്ങുമെന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് ഇന്ന് അദ്ദേഹം പോയി ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഡ്രഡ്ജർ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുവാൻ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രമിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സംഘർഷത്തിന് അദ്ദേഹം ആരുടെ ഒത്താശയോട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊരു സമവായത്തിലെത്തിയതാണ്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമവായത്തിൽ എത്തിയതാണ്. തീർച്ചയായും ഇന്നലെ രാത്രി നടന്ന ചർച്ചയിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്തു, ഒരു സമവായത്തിലെത്തി. രേഖാമൂലം ഞങ്ങൾക്ക് അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അത് തരാം. രേഖാമൂലം എഴുതി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാലത്ത് 10 മണിക്കൂർ തുടങ്ങുമെന്നും നാളെ മുതൽ 20 മണിക്കൂർ തുടങ്ങുമെന്നും കൂടുതൽ എക്സ്കവേറ്ററുകൾ എത്തിച്ചുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇവിടുത്തെ മണൽ 7 ദിവസത്തിനകത്ത് മാറ്റി തരുമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതിനു ശേഷം ഇന്ന് പോയിട്ട് അദ്ദേഹത്തിന് ഇവിടെ ആരും കയ്യേറ്റം ചെയ്യുകയോ മർദ്ദിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. പോലീസിന്റെ പ്രൊട്ടക്ഷനിലാണ് പോയത്. പ്രൊട്ടക്ഷനിൽ പോയിട്ടെന്ന് പറയുകയാണ് ഇന്നലത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഈ നിർത്തിവെച്ചിരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കേരള സർക്കാർ നിലനിൽക്കണമെന്നാണ് പറയുന്നത്. ഈ 10,000-കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനും അവരുടെ ഉപജീവനത്തിനും ഒരു വിലയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുവാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.